നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി ബി.ജെ.പി. കൗൺസിലറും മുൻ ഡി.ജി.പിയുമായ ആർ. ശ്രീലേഖ. മേയറാക്കുമെന്ന ഉറപ്പിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. മേയറാക്കുമെന്ന തരത്തിലായിരുന്നു പ്രചരണം. അവസാനം ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലിലാണ് വി. രാജേഷ് മേയറായതെന്ന് ശ്രീലേഖ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണത്തിന് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. ഈ മാസം അവസാനം വരെയാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് സമയം അനുവദിച്ചത്. അന്വേഷണ സംഘത്തലവൻ SP ശശിധരൻ നേരിട്ടെത്തിയാണ് മുദ്രവെച്ച കവറിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചത്. ആവശ്യമെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ സംഘത്തിൽ ഉൾപ്പെടുത്താനും കോടതി SITക്ക് അനുവാദം നൽകി. പുനർജനിയുമായി ബന്ധപ്പെട്ട വിജിലൻസിന്റെ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പുനർജനി പദ്ധതിയുടെ പ്രധാന പങ്കാളികളിലൊന്നായ മണപ്പാട് ഫൗണ്ടേഷനെതിരെയും CBI അന്വേഷണം വേണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ. മണപ്പാട്ട് ഫൗണ്ടേഷൻ CEO അമീർ അഹമ്മദിനെതിരെയാണ് CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുന്നത്. പുനർജനിക്ക് വേണ്ടി പിരിച്ച പണത്തിന് രേഖകൾ സൂക്ഷിച്ചിട്ടില്ല എന്നാണ് കണ്ടെത്തൽ. ബാങ്ക് അക്കൗണ്ടിലെ വിവരങ്ങളും ഫൗണ്ടേഷന്റെ രേഖകളിലെ വിവരങ്ങളും തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിൽ പണം എത്തിയത് VD സതീശന്റെ അഭ്യർത്ഥന പ്രകാരമാണെന്നും വിജിലൻസ് പറയുന്നു. UDF അധികാരത്തിൽ വരാൻ എല്ലാ തന്ത്രങ്ങളും പ്രയോഗിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നും പാർട്ടി അധികാരത്തിൽ വരാൻ ഏത് ഉത്തരവാദിത്തം ഏൽപ്പിച്ചാലും ഏറ്റെടുക്കുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന ആവശ്യം താൻ നേതൃത്വത്തോട് ഉന്നയിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാധ്യമങ്ങളോടായിരുന്നു കൊടിക്കുന്നിലിന്റെ പ്രതികരണം. കൊച്ചിയിലെ ബാങ്കുകളിൽ ബോംബ് ഭീഷണി. സിറ്റി യൂണിയൻ ബാങ്കിന്റെ 2 ശാഖകളിലാണ് ഭീഷണി സന്ദേശം എത്തിയത്. ഉച്ചയ്ക്ക് സ്ഫോടനം നടക്കുമെന്നാണ് CPI മാവോയിസ്റ്റ് എന്ന സംഘടനയുടെ പേരിലെത്തിയ സന്ദേശത്തിൽ പറയുന്നത്. ഭീഷണി സന്ദേശം എത്തിയതിന് പിന്നാലെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്ന് രാവിലെയാണ് എറണാകുളം പള്ളിമുക്ക് ബ്രാഞ്ചിലെയും ഇടപ്പള്ളി മാമംഗലം ബ്രാഞ്ചിലെയും ഓഫീസിൽ ബോംബ് ഭീഷണി സന്ദേശം എത്തിയത്. അമോണിയം നൈട്രേറ്റ് ബാങ്കുകളിലെ പലയിടങ്ങളിലായി സൂക്ഷിച്ചിട്ടുണ്ടെന്നും ഉച്ചയോടെ പൊട്ടിത്തെറിക്കുമെന്നായിരുന്നു സന്ദേശത്തിൽ പറഞ്ഞത്.